ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പാവക്ക തീയലാണ് തയ്യാറാക്കുന്നത്. അതും ഒട്ടും കയ്പില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊരു മൺചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 5-8 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ചെറുതായി അരിഞ്ഞ പാവയ്ക്കായി നെടുകെ കീറിയ 2 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ഈ എണ്ണയിൽ കിടന്ന് നല്ല റോസ്റ്റായിട്ട് കിട്ടണം. ഇപ്പോൾ പാവയ്ക്കായൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക. വാളംപുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. ഇത് പാവയ്ക്കായിലേക്ക് ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. പാവയ്ക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം 1 മുറി തേങ്ങ ചിരവിയതിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം സ്വല്പം എണ്ണ ഒഴിച്ച് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി മൂപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ പാവയ്ക്ക പുളിവെള്ളത്തിൽ കിടന്ന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തീയൽ ദാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തീയൽ മാത്രം മതി വയറ് നിറച്ച് ചോറ് കഴിക്കുക. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.